ഹായ് ഓൾ, ജോഗ്രഫി ടഫാണോ? ജോഗ്രഫിയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ തെറ്റിപ്പോകുന്നുണ്ടോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കാണ്. ജോഗ്രഫി എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള, അതായത് ഒരു സയന്റിഫിക് സബ്ജക്റ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിൻ്റെ ബേസിക്സ് അറിഞ്ഞാൽ മാത്രമേ ടഫായിട്ടുള്ള കോൺസെപ്റ്റുകൾ പലതും നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ എന്തുകൊണ്ടാണ് ജോഗ്രഫി നിങ്ങൾക്ക് ടഫായിരിക്കുന്നത്, രണ്ടാമത് പഠിക്കാൻ വേണ്ടി എന്തൊക്കെ മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ വേണം, മൂന്നാമതായിട്ട് എങ്ങനെ നമ്മൾ പഠിക്കണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എങ്ങനെ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ഭാഗം, അതായത് ജോഗ്രഫി എന്തുകൊണ്ട് ടഫാണ്. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ശാസ്ത്രീയപരമായിട്ട് നമ്മൾ പഠിക്കേണ്ട, അതായത് ബേസിക്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ മാത്സിൽ നമ്മൾ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടാൻ നമുക്ക് അത് അറിഞ്ഞാൽ മാത്രമേ രണ്ട് സംഖ്യകൾ നമുക്ക് കയ്യിൽ തന്നിട്ട് കാര്യമുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ബേസിക്സ് അറിഞ്ഞാൽ മാത്രമേ പല കോൺസെപ്റ്റുകളും മനസ്സിലാകുള്ളൂ. അതാണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബേസിക്സ് അറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ സ്കൂളിൽ നമ്മൾ കൃത്യമായിട്ട് ബേസിക്സ് മനസ്സിലാക്കി പഠിക്കാത്തത് കൊണ്ടാണ് പല കോൺസെപ്റ്റുകളും ജോഗ്രഫിയിൽ മനസ്സിലാകാത്തത്. അപ്പോൾ എങ്ങനെ പഠിക്കണം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പഠിക്കുന്ന കാര്യം നമുക്ക് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടത്. അതായത് PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജോഗ്രഫിയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളെ 3 ആയിട്ട് തരംതിരിക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഫാക്ച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫാക്റ്റ് ആയിരിക്കും ചോദിക്കുന്നത്. എവറസ്റ്റിന് എത്ര ഉയരമുണ്ട്, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത്, ഇതൊക്കെ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രവർത്തനം, അതായത് ഒരു മഴ പെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിച്ച ഒരു പ്രവർത്തനമാണ് ജോഗ്രഫിയിൽ നിന്ന് മഴ പെയ്യുന്നത് എങ്ങനെയാണെന്ന്. അതായത് നീരാവി ഉണ്ടാവണം, ഈ നീരാവി മുകളിൽ പോകണം, തിരിച്ച് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് തിരിച്ച് മഴയായിട്ടോ മഞ്ഞായിട്ടോ ഒക്കെ തിരിച്ചു വരണം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു പ്രവർത്തനമാണ്, ഇതൊരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സാമിന് വരാം. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലൊക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ മാപ്പ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അതിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്തിന് ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തിയുണ്ട്, അല്ലെങ്കിൽ ഈ കാഞ്ചൻജംഗ എന്ന കൊടുമുടി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ മാപ്പിൽ നോക്കി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ 3 ചോദ്യങ്ങളെ 3 തരത്തിലുള്ള ചോദ്യങ്ങളാണെന്ന് PSC ക്വസ്റ്റ്യൻസിനെ ഡിവൈഡ് ചെയ്തു. ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, അതായത് ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ നേരിടണം, എന്താണ് നമുക്ക് പഠിക്കാൻ വേണ്ടത്? ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് റാങ്ക് ഫയൽ ആണ്, അല്ലെങ്കിൽ ഒരു ഗൈഡ് പുസ്തകമാണ്. റാങ്ക് ഫയൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, 1000കണക്കിന് പേജ് ഉണ്ട്, അത് നിറച്ചും ഫാക്ട്സുകളാണ്. അപ്പൊ ഫാക്ട്സിന് വേണ്ടത് ഒരു റാങ്ക് ഫയൽ ആണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തീർച്ചയായും കോൺസെപ്റ്റ് നിങ്ങളെ ഒരു കഥാരൂപത്തിൽ പഠിപ്പിക്കുന്നത് NCERT അഥവാ SCERT ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് NCERT അഥവാ SCERT ആണ്. മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പഠിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം? മാപ്പ് നോക്കണം, അല്ലെ? മാപ്പ് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടത് ഒരു അറ്റ്ലസ് ആണ്. അറ്റ്ലസ് ഏത് അറ്റ്ലസ് വാങ്ങിയാലും കുഴപ്പമില്ല. ഓക്സ്ഫോർഡ് സ്കൂൾ അറ്റ്ലസ് പോലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അറ്റ്ലസ് ആണ് നിങ്ങൾക്ക് ആവശ്യം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് വരുവാണ്, എങ്ങനെ പഠിക്കണം. എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ഇത് എങ്ങനെ ഈ ഒരു എക്സാമിന് വേണ്ടി ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കണം. ആദ്യം തന്നെ നമ്മൾ ഈ പറഞ്ഞ ഫാക്ച്വലും കോൺസെപ്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒരുമിച്ച് പഠിക്കുന്നു, സൈമുൾട്ടേനിയസ് ആയിട്ട് പഠിക്കുന്നു. എങ്ങനെ? റാങ്ക് ഫയൽ എടുക്കുക, NCERT അഥവാ SCERT എടുക്കുക, രണ്ടും ഒരുമിച്ച് എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ NCERTയിൽ നിന്ന് ഒരു ടോപ്പിക് എടുക്കുകയാണ്. NCERTയിൽ ഏതാണോ ടോപ്പിക് നിങ്ങൾ പഠിക്കുന്നത്, ഇന്ന് ഭൂമിയുടെ ഘടനയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഭൂമിയുടെ ഘടന എന്താണെന്ന് NCERTയിലൂടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് NCERTയിൽ പറഞ്ഞിരിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി എഴുതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ NCERTയിൽ കഥാരൂപത്തിൽ എഴുതിയിരിക്കുന്ന ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? കോൺസെപ്റ്റ് മനസ്സിലാക്കി. ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരിക. NCERT അടച്ചു വെക്കുന്നു, നമ്മൾ ഫാക്ട്, അതായത് റാങ്ക് ഫയൽ എടുക്കുന്നു. ഈ റാങ്ക് ഫയലിൽ നമ്മൾ ഇൻഡെക്സിൽ പോയിട്ട് ഭൂമിയുടെ ഘടന എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗം എടുക്കുന്നു. റാങ്ക് ഫയലിന് ഒരു പ്രത്യേകത, ഇത് ഫുൾ ഓഫ് ഇൻഫർമേഷൻ ആണ്, ഫുൾ ഓഫ് ഫാക്ട്സ് ആണ്. പോരാത്തതിന് സൈഡിലേക്ക് കൺഫ്യൂസിങ് ഫാക്ട്സ്, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന കാണാം. അപ്പൊ നമുക്ക് NCERTയിൽ നിന്ന് കിട്ടാത്ത ഫാക്റ്റുകൾ ഇവിടെ നിന്ന് കിട്ടും, നമുക്ക് റാങ്ക് ഫയൽ അഥവാ ഗൈഡ് പുസ്തകത്തിൽ നിന്ന് കിട്ടും.
അപ്പൊ ഈ ഒരു രീതിയിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് പഠിക്കുക. ആ ഒരു ടോപ്പിക് ഏതാണോ ടോപ്പിക് നിങ്ങൾ പഠിക്കുന്നത് ആ ടോപ്പിക്ക് വളരെ ബൈഹാർട്ടായിട്ട് തറവായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൂന്നാമത്തെ ഒരു ഭാഗം, അതായത് മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കണം. മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യന് നമ്മൾ അറ്റ്ലസ് ആണ് നോക്കേണ്ടത്. പല ആൾക്കാരും മാപ്പ് നോക്കാറുണ്ട്. വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോൾ മാപ്പിന്റെ മുന്നിൽ വന്ന് നിന്ന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ കുറേ നേരം ഇങ്ങനെ ചുമ്മാ നോക്കും. ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് തുടങ്ങി അങ്ങ് കേരള വരെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കും. ഈ രീതിയിലല്ല നമ്മൾ മാപ്പ് പഠിക്കേണ്ടത്. ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പഠിക്കുന്ന സമയത്ത് മാപ്പ് നോക്കാൻ ഒരു കൃത്യമായ ഒരു രീതിയുണ്ട്. അതായത് 2 നിയമങ്ങൾ അല്ലെങ്കിൽ 2 റൂൾസുകൾ നിങ്ങൾ ഫോളോ ചെയ്തോളൂ. ഒന്നാമത്തെ റൂൾ എന്താണെന്ന് വെച്ചാൽ മാപ്പ് മാക്സിമം ഒരു ദിവസം 8 തൊട്ട് ഒരു 10 മിനിറ്റ് വരെ നോക്കാൻ പാടുള്ളൂ. കാരണം മാപ്പിൽ ഇസ് ഫുൾ ഓഫ് ഇൻഫർമേഷൻ. അതായത് മാപ്പിൽ ലക്ഷക്കണക്കിന് വിവരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിർത്തികളുണ്ട്, അയൽ രാജ്യങ്ങളുണ്ട്, ക്യാപിറ്റൽസ് ഉണ്ട്, അതുപോലെ ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും, അങ്ങനെ പല കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ അറ്റ് എ ടൈം ഒരു ദിവസം ഒരു 10 മിനിറ്റ് മാക്സിമം മാപ്പ് നോക്കുക. അതിൽ കൂടുതൽ നോക്കാൻ പാടില്ല. ഇനി രണ്ടാമത്തെ ഒരു റൂൾ എന്ന് പറയുന്നത് അറ്റ് എ ടൈം ഒരു സ്ഥലം മാത്രം നോക്കുക. ഇന്ന് നിങ്ങൾ നോക്കുന്നത് ഗുജറാത്ത് ആണെങ്കിൽ ഗുജറാത്ത് മാത്രം നോക്കുക. ഇന്ന് നിങ്ങൾ നോക്കുന്നത് ഹിമാചൽ പ്രദേശ് ആണെങ്കിൽ ഹിമാചൽ പ്രദേശ് എന്ന സംസ്ഥാനം മാത്രം നോക്കുക. ഇനി അഥവാ കേരള ജോഗ്രഫി ആണെങ്കിൽ ഇന്ന് എറണാകുളം ജില്ലയാണ് നോക്കുന്നെങ്കിൽ എറണാകുളം ജില്ല മാത്രം നോക്കുക. ഇനി അടുത്ത ഘട്ടം, അതായത് മാപ്പിൽ എന്താണ് നോക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്. മാപ്പ് എല്ലാവർക്കും അറിയാത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണിത്. അതായത് മാപ്പ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു സ്ഥലം മാത്രമാണ് നമ്മൾ നോക്കുന്നത്, ഒരു സംസ്ഥാനം മാത്രമാണ് നോക്കുന്നത്. ഈ സംസ്ഥാനത്തിന്റെ അതിർത്തികൾ ആദ്യം നോക്കുക. അതിനുശേഷം ക്യാപിറ്റൽ അഥവാ തലസ്ഥാനം, മറ്റേതെങ്കിലും പ്രധാന നഗരം ഉണ്ടെങ്കിൽ അതും നോക്കുക. അതായത് ഫോർ എക്സാമ്പിൾ മഹാരാഷ്ട്രയിൽ മുംബൈ ആണ് തലസ്ഥാനം, അതേസമയം നമുക്ക് പൂനെ, താനെ പോലുള്ള മറ്റു നഗരങ്ങളും കാണാൻ പറ്റും. അപ്പൊ നഗരങ്ങൾ നോക്കുക. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഏതെങ്കിലും നദികൾ ഇതിലൂടെ ഒഴുകി പോകുന്നുണ്ടോ, ഏതെങ്കിലും തടാകങ്ങൾ, ജലാശയങ്ങൾ നമുക്ക് ഈ സംസ്ഥാനത്ത് കാണാൻ പറ്റുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ്. അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത് നമുക്ക് ചെറിയ ഒരു കടുവയുടെയൊക്കെ സിമ്പൽ അല്ലെങ്കിൽ ഒരു മരത്തിന്റെയൊക്കെ സിമ്പൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു വന്യജീവി സങ്കേതം അല്ലെങ്കിൽ പെരിയാർ കടുവാ സങ്കേതം എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കാണാം. സോ ഇതുപോലുള്ള സംരക്ഷിത മേഖലകൾ, ഏതൊക്കെ സംരക്ഷിത മേഖലകൾ? ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, കടുവാ സങ്കേതങ്ങൾ, അതുപോലെ നമ്മുടെ ബയോസ്ഫിയർ റിസർവ് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായിട്ട് മാപ്പിൽ പഠിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മാപ്പിൽ നോക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും അവസാനമായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ, വല്ല ചുരങ്ങളോ, ഇപ്പൊ ഹിമാലയത്തിലെ സംസ്ഥാനങ്ങളൊക്കെ ആണെങ്കിൽ ചുരങ്ങൾ ഉണ്ടാകും. അതുമാത്രമല്ല ഏതെങ്കിലും NHO അല്ലെങ്കിൽ ഈ വിമാനത്താവളങ്ങളോ അതുപോലെ തുറമുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതുകൂടി മാപ്പിൽ നോക്കുക. സോ ഈ രീതിയിൽ നിങ്ങൾ പഠനം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജോഗ്രഫിയിൽ നല്ല രീതിയിൽ മാർക്സ് കയറും. അപ്പൊ ജോഗ്രഫി എങ്ങനെ പഠിക്കണം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി അടുത്ത കാര്യം, ജോഗ്രഫി കുറച്ചുകൂടി എളുപ്പമാക്കുന്ന 1-2 ടിപ്സുകൾ. ഒന്ന്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാപ്പ് തന്നെയാണ്. മാപ്പ് നല്ല രീതിയിൽ യൂസ് ചെയ്യുക. അതായത് നമ്മൾ ഏതൊരു സ്ഥലവും നമ്മൾ വാർത്തയിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് എവിടെയാണ് എന്ന് നോക്കുന്ന ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾ വളർത്തിയെടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റഷ്യ-ഉക്രൈൻ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ കീവ് എന്ന് പറഞ്ഞിട്ടുള്ള നഗരത്തെക്കുറിച്ച് പലതവണ എക്സാമിന് ന്യൂസിലൊക്കെ വരുന്നത് കാണാം. അപ്പോൾ കീവ് എവിടെയാണ് എന്നൊരു സ്വയം ക്യൂരിയോസിറ്റി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീഡിയോസ്, അതായത് യൂട്യൂബിലൊക്കെ കാണുന്ന പല ആനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഇപ്പൊ എൽനിനോ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ 100 കണക്കിന് വീഡിയോ നമ്മൾ യൂട്യൂബിലുണ്ട്. ഇതുപോലുള്ള ആനിമേറ്റഡ് വീഡിയോസ് കാണാം. കാരണം നമ്മൾ ഒരു കാരണവശാലും ജോഗ്രഫി എന്നൊരു സബ്ജക്ട് പ്യുവർ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല. ഇതൊരു, ഞാൻ പറഞ്ഞു, കോൺസെപ്റ്റ് ആണ്. അപ്പൊ കാര്യം മനസ്സിലാക്കി പഠിക്കണം. ഇപ്പൊ മഴ പെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ എല്ലാം മനസ്സിലാക്കി വേണം പഠിക്കാൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ജോഗ്രഫി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.